അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. മാധ്യമങ്ങളാണ് ഈ കേസ് ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ പ്രതിപക്ഷ നേതാക്കൾക്ക് അങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റിയില്ല. എന്നാൽ കൊണ്ടുവന്ന് വലിയ ചർച്ചയൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ മാത്യു കുഴൽനാടനും രാഷ്ട്രീയ പ്രതിപക്ഷത്തിനും ആ തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, പ്രതിപക്ഷത്തിന് ഒരു സംഭവവും രാഷ്ട്രീയ ആരോപണങ്ങളും ഭരണപക്ഷത്തിനെതിരെ കാര്യമായിട്ട് കൊണ്ടുവരാനേ പറ്റുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഓരോ ആക്ഷേപങ്ങൾ ഇങ്ങനെ വരികയാണ്. പേജ് കണക്കിന് സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് പേജ് കണക്കിന് കണ്ടന്റുകൾ ഇങ്ങനെ തള്ളുക, എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിരന്തരമായ വാർത്താ സമ്മേളനങ്ങൾ കൊണ്ടുവരിക എന്നതല്ലാതെ ഈന്തപ്പഴത്തിൽ സ്വർണ്ണം കടത്തൽ, ബിരിയാണി ചെമ്പിൽ കടത്തൽ, ഖുറാൻ വെച്ച് കടത്തൽ, ലൈഫ് വിവാദം ഒന്നും ആലോചിച്ച് നോക്കും. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ കടന്നുപോയ ഈ രാഷ്ട്രീയ ആരോപണങ്ങളായിട്ട് വലിയ ശബ്ദബഹളങ്ങളായിട്ട് ചർച്ചയും മറ്റുമായിട്ട് പോയ ഏത് സംഭവമാണ് പ്രതിപക്ഷത്തിന് കോടതിക്ക് മുമ്പാകെ തെളിവുകളോടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത്രയും പ്രമാദമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേസിൽ കോടതി തെളിവില്ല, രാഷ്ട്രീയ പ്രേരിതമാണ്, നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ വെറും സംശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ല എന്നതൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ വീക്ക്നെസ് എന്നുള്ളതും ഉറച്ചു നിൽക്കുന്ന ഒരു തെളിവ് ഒരു സംസ്ഥാന സർക്കാരിനെതിരെ, അതും രണ്ടാം തവണയും ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായുള്ളൊരു ആരോപണം കൊണ്ടുവന്ന് നോക്കാൻ പോലും പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല എന്നതാണ് ഇതിനകത്ത് ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം.